കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ശാന്തി ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് ഒരു കാട്ടിലേക്ക് വീഴുന്നു. മാലിനിയെയും കൂട്ടി ഗോപയ്യ ശാന്തിയെ തിരഞ്ഞ് മലയുടെ മേലേക്ക് പോകുന്നു. എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് അവർ മടങ്ങുന്നു. മകളില്ലാത്തതുകൊണ്ട് തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗോപയ്യ റെയിൽപാളത്തിൽ പോയി നിൽക്കുന്നു. അതുകണ്ട് മാലിനി വേണ്ട എന്ന് പറയുന്നു. കാട്ടിൽ കറുത്ത പാമ്പിനെ തിരയുന്ന ബാബയ്ക്ക് തേളിന്റെ കടിയേറ്റ് കിടക്കുന്ന ശാന്തിയെയാണ് കണ്ടത്. അവളുടെ കയ്യിൽ ഏലസ് കിട്ടിയപ്പോൾ തന്നെ അവൾ എഴുന്നേൽക്കുന്നു. ബാബ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കാണാം. രാവിലെ ആയപ്പോൾ ശാന്തി ഒരു വഴി കണ്ടു. അപ്പോൾ മെല്ലെ ശ്രദ്ധിച്ചു നടക്കാൻ തുടങ്ങി. അപ്പോൾ ശാന്തി കാട്ടിനുള്ളിൽ കൂടെ പോകുന്ന റെയിൽപാളം കാണുന്നു. ഇനി ഏതു വഴിക്ക് പോയാലാണ് വീടെത്തുക എന്നെനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞു നിന്ന് ആലോചിക്കുന്നു. ഞാൻ മലയുടെ മേലിൽ നിന്ന് വീണു. കാട്ടിലൂടെ നടന്ന് ഈ റെയിൽപാളം വരെ എത്തി. അപ്പോൾ വലതുവശത്തേക്ക് പോയാലാണ് എന്റെ വീടെത്തുക. അങ്ങനെ പറഞ്ഞ് വലതുഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. കാലിന്മേൽ പരിക്ക് പറ്റിയ മാലിനി മെല്ലെ എഴുന്നേറ്റ് അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. അച്ഛാ, നേരം വെളുത്തു അച്ഛാ, എഴുന്നേൽക്കച്ഛാ. ഇങ്ങനെ മാലിനി അച്ഛനെ വിളിക്കുന്നു. പക്ഷേ ഗോപയ്യ എഴുന്നേൽക്കുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ മാലിനി നിൽക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഇടതുഭാഗത്തായി വണ്ടികൾ പോകുന്നതായി അവൾ കാണുന്നു. അപ്പോൾ അവൾ വിഷമിച്ച് മെല്ലെ നടന്ന് അവിടേക്ക് പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു. അവിടെ വണ്ടികൾ പോയി വരുന്നുണ്ട്. എന്റെ അച്ഛനെ സഹായിക്കൂ, എന്റെ അച്ഛന് ബോധമില്ലാതെ കിടക്കുകയാണ്. ഇങ്ങനെ ഉച്ചത്തിൽ പറയുന്നു. പക്ഷെ ആരും അവളെ ശ്രദ്ധിക്കാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ മാലിനി നിൽക്കുമ്പോൾ റെഡ് സിഗ്നൽ ആകുന്നു. അപ്പോൾ വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ മാലിനി അവിടെ നിൽക്കുന്ന ഒരു ബൈക്കുകാരന്റെ അടുത്തേക്ക് പോകുന്നു. ചേട്ടാ, അവിടെ എന്റെ അച്ഛൻ ബോധമില്ലാതെ കിടക്കുകയാണ്, ഒന്ന് സഹായിക്കുമോ? പൈസയുണ്ടോ നിന്റെ കയ്യിൽ? ഇല്ല ചേട്ടാ. അപ്പോ ഞാൻ വരില്ല, പൊക്കോ. ഇത് കേട്ട് മാലിനി ഒരു കാറുകാരന്റെ അടുത്തേക്ക് പോകുന്നു. അവർ ഒന്നും പറയാതെ 100 രൂപയുടെ നോട്ട് കൊടുക്കുന്നു. ഇത് വേണ്ട. പൈസ തന്നില്ലേ, ഇനി ശല്യപ്പെടുത്താതെ പൊക്കോ. ഇങ്ങനെ പറഞ്ഞപ്പോൾ വിഷമിച്ച് മാലിനി അവിടുന്ന് പോകുന്നു. അവിടെയുള്ള ഒരു കസാരയിൽ ഇരിക്കുന്നു. ശാന്തി നടന്നു വരുമ്പോൾ ബോധം കെട്ട് കിടക്കുന്ന അവളുടെ അച്ഛനെ കാണുന്നു. അവൾ പേടിക്കുന്നു. അച്ഛാ, അച്ഛാ, എങ്ങനെയാണ് ഇവിടെ വന്നത്? ചിലപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നപ്പോൾ പറ്റിയതാകും. ഇനി എങ്ങനെ രക്ഷിക്കും? ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാലിനി ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ശാന്തിയെ കണ്ട മാലിനി ഞെട്ടുന്നു. ഇത് ശരിക്കും നടക്കുന്നതാണോ, അതോ പ്രേതമാണോ? മോളെ, നീയും അച്ഛനും എങ്ങനെ ഇവിടെ എത്തി? നീ മനുഷ്യനാണോ അതോ പ്രേതമോ? മാലിനി, നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ മരിച്ചിട്ടില്ല. അച്ഛനെന്താ പറ്റിയത്? നീ വീണ്ടും വന്നോ? എനിക്കിപ്പോഴും ജീവനുണ്ടോ? നിന്നെ ഞാൻ... ഇങ്ങനെ പറഞ്ഞ് അവിടെയിരിക്കുന്ന കല്ലുകളെടുത്ത് ശാന്തിയുടെ അടുത്തേക്ക് എറിയുന്നു. അത് സഹിക്കാൻ പറ്റാതെ ശാന്തി ഇങ്ങനെ പറയുന്നു. മാലിനി, നിർത്ത്. മാലിനി, വേദന സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്താ മരിക്കാത്തെ? മലയുടെ മേലിൽ നിന്നും ഞാൻ തള്ളിയിട്ട് നീ ജീവനോടെ എന്തിനാ വന്നേ? നീ മനുഷ്യനല്ല, നീ പ്രേതമാണ്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. രാത്രി നീ വീട്ടിൽ വരാതിരുന്നത് കൊണ്ട് ഞാനും അച്ഛനും നിന്നെ തിരിഞ്ഞു ഇതുവരെ എത്തി. ഹലോ, ഞാൻ വല്ല സഹായം ചെയ്യണോ അതോ പോണോ? ദയവ് ചെയ്ത് സഹായിക്കൂ. ശാന്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആനന്ദ് ഗോപയ്യയെ എടുത്ത് കാറിനടുത്തേക്ക് പോകുന്നു. കാറിൽ കിടത്തുന്നു. ശാന്തിയും മാലിനിയും കാറിൽ കയറുന്നു. ആനന്ദിന് ശാന്തിയെ ഇഷ്ടപ്പെടുന്നു. കാർ ഓടിക്കുമ്പോൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അത് കണ്ട് മാലിനി ദേഷ്യപ്പെടുന്നു. ചേട്ടാ, മുന്നിൽ നോക്കി വണ്ടി ഓടിക്കൂ, അല്ലെങ്കിൽ തന്നെ വയ്യ.
ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങളുടെ ജീവൻ എടുക്കുമോ? എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. നിങ്ങളെയും അമ്മായച്ചനെയും സൂക്ഷിച്ചു തന്നെ കൊണ്ടുപോയിക്കോളാം. ആനന്ദ് അമ്മായിയച്ഛ എന്ന് വിളിച്ചത് ശാന്തി കേൾക്കുന്നില്ല. പക്ഷെ മാലിനി അത് കേട്ട് ഞെട്ടുന്നു. അമ്മായിയച്ഛനോ? ആരാ അമ്മായിയച്ഛൻ? നല്ല മനുഷ്യനെന്ന് കരുതി സഹായിക്കാൻ പറഞ്ഞപ്പോൾ തലയിൽ കയറുകയാണോ? അയ്യോ, ഈ കുട്ടിയാള് ഡേഞ്ചറാണല്ലോ. ഇപ്പം ഞാൻ അമ്മായച്ചനെന്ന് വിളിച്ചതിനാണോ ഇത്രയൊക്കെ പറയുന്നത്? അപ്പം ഞാൻ നാളെ കല്യാണം ആലോചിച്ച് വന്നാൽ എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ പറഞ്ഞ് കാർ വേഗത്തിൽ ഓടിക്കുന്നു. അവരുടെ നാട്ടിലേക്ക് എത്തുന്നു. ഇവിടെ എവിടെയാ നിങ്ങളുടെ വീട്? വീട്ടിലേക്ക് വേണ്ട, അടുത്തുള്ളൊരു ഡോക്ടറുണ്ട്, അവിടേക്ക് പോയാൽ മതി. ആനന്ദ് വണ്ടി ആ ക്ലിനിക്കിനടുത്ത് നിർത്തുന്നു. ഗോപയ്യയെ എടുത്ത് ബെഡിലേക്ക് കിടത്തുന്നു. അത് കണ്ട് ശാന്തി നന്ദി പറയുന്നു. വളരെ വളരെ നന്ദി. ആനന്ദ് ഒന്നും പറയാതെ അവിടെ തന്നെ നിൽക്കുന്നു. അതുകണ്ട് മാലിനി ഇങ്ങനെ പറയുന്നു. ചേട്ടാ, നിങ്ങളുടെ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് കുറേ ദൂരെ പോകാനുള്ളതല്ലേ, പൊക്കോളൂ. ഡോക്ടർ വരട്ടെ, എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കട്ടെ. നിങ്ങൾക്കെന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട്? നിങ്ങൾ സഹായിച്ചു, അത്രേ വേണ്ടൂ. ഇനി പൊക്കോളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ ആനന്ദിന് ദേഷ്യം വരുന്നു. പക്ഷേ ആശുപത്രി ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അവസാനമായി ശാന്തിയെ നോക്കി അവന്റെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് കൊടുത്ത് ഇങ്ങനെ പറയുന്നു. ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ചോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് വരുന്നു. ഗോപയെയും ശാന്തിയെയും തിരിച്ചറിയുന്നു. അയ്യോ, ഗോപയ്ക്ക് എന്തു പറ്റി? ചോര കുറെ പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് ഗോപയെ വന്ന് ചെക്ക് ചെയ്യുന്നു. ഗോപയ്യ ഈസ് നോ മോർ. ഗോപയെ മരിച്ചു കഴിഞ്ഞു എന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നു. പക്ഷെ കുട്ടികളോട് എന്തു പറയും എന്ന് മനസ്സിലാകാതെ അവരുടെ അടുത്തേക്ക് പോകുന്നു. ഡോക്ടർ, എന്റെ അച്ഛന് എന്തു പറ്റി? ചെറിയ കുട്ടികൾക്ക് സഹിക്കാൻ നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും? ഡോക്ടർ, ബാക്കിയുള്ളവരോട് പറയുന്നത് പോലെ തന്നെ പറഞ്ഞോളൂ. അച്ഛനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ, അതോ ടൗണിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ? എവിടെ കൊണ്ടുപോയാലും നിങ്ങളുടെ അച്ഛനെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അയാൾ മരിച്ചു കഴിഞ്ഞു. ഡോക്ടർ പറയുന്നത് കേട്ട് ശാന്തി ഞെട്ടുന്നു. പെട്ടെന്ന് അവളുടെ കാലിന്റെ അടിയിൽ നിന്ന് ഭൂമി ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അത് കേട്ട് മാലിനി അച്ഛന്റെ അടുത്ത് പോയി നിന്ന് കരയുന്നു. അച്ഛാ, അച്ഛാ, ഇനി എന്നെ ആര് നോക്കും? എനിക്ക് ആര് ഭക്ഷണമൊക്കെ തരും? ഇത് ഹോസ്പിറ്റലല്ലേ, ഇത്രയും നേരം ബോഡി ഇവിടെ വെക്കാൻ പറ്റില്ല. വീട്ടിലേക്ക് കൊണ്ടുപോകൂ. അത് കേട്ട് ശാന്തി കണ്ണുനീർ തുടയ്ക്കുന്നു. ഡോക്ടറെ, ഒരു 10 മിനിറ്റ് എന്റെ അപ്പുറത്തെ വീട്ടിലെ പാർവതി ചേച്ചിയെ കൊണ്ടുവരാം. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ശരി മോളെ, പെട്ടെന്ന് പോയിട്ട് വരൂ. ഉള്ളിനുള്ളിൽ കരഞ്ഞുകൊണ്ട് ശാന്തി പോകുന്നു. ക്ലിനിക്കിൽ അച്ഛന്റെ അടുത്ത് ഇരുന്ന് മാലിനി കരയുന്നു. ശാന്തി പാർവതിയുടെ അടുത്തേക്ക് പോയി എല്ലാം പറയുന്നു. ഗോപയ്യ മരിച്ചത് കേട്ട് സങ്കടപ്പെട്ട് പാർവതി അവരുടെ വീടിന്റെ മുന്നിൽ ടെന്റിടുന്നു. ഒരു ഭാഗത്ത് വിറകുകൾ കത്തിക്കുന്നു. രണ്ടുപേരും കൂടി ആശുപത്രിയിൽ വന്ന് ഗോപയ്യയെ ഒരു സ്ട്രെച്ചറിൽ കിടത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നാലെ നടന്നുവരുന്ന മാലിനി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛനെ ഈ ചേച്ചിയാണ് കൊന്നത്. ചേച്ചിക്ക് എന്നെ അച്ഛനെ ഇഷ്ടമല്ല, മനഃപൂർവ്വമാ കൊന്നത്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ശാന്തിയുടെ കാലിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ ശാന്തി പോയിക്കൊണ്ടിരിക്കുന്നു. സങ്കടപ്പെട്ടുകൊണ്ട് സ്ട്രക്ചർ തള്ളിപ്പോകുന്നു. എന്നെ ആര് നോക്കും? എനിക്ക് ആര് ഭക്ഷണം തരും? നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക അച്ഛാ? നിങ്ങൾ മരിച്ചതിന് കാരണം ഇവളാണ്. ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇങ്ങനെ പറഞ്ഞ് ചാടി ശാന്തിയുടെ മുഖത്തടിക്കുന്നു. ശാന്തി ഒന്നും പറയാതെ നടക്കുന്നു. അവരുടെ വീടെത്തിയപ്പോൾ ഗോപയ്യയെ താഴെ കിടത്തുന്നു. ഇതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അച്ഛന്റെ മരണത്തിനു ശേഷം രണ്ടുപേർക്കും എന്ത് സംഭവിക്കുന്നുവെന്നും നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.